പേര് ജോബിൻ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ പള്ളിക്കുട്ടുമ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2019 ഞാനപ്പം ബിഫാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിദേശത്തേക്ക് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഒത്തിരി കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്തു. ഏറ്റവും അവസാനം എനിക്ക് UK-ലേക്കൊരു സ്കോളർഷിപ്പ് കിട്ടി. പക്ഷേ കൊറോണയുടെ ആ സമയം ആയതുകൊണ്ട് എൻ്റെ സ്കോളർഷിപ്പ് ക്യാൻസലായി. എൻ്റെ എക്സാം ഡിലേ ആയതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. അപ്പോൾ എനിക്ക് പോകാതെ വന്നു. ഞാൻ എന്നിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നാട്ടിൽ ആസ്ട്രേലിയയിൽ ജോലിക്ക് കയറി. ഞാനൊരു ഫാർമസിസ്റ്റാണ്. ഞാനവിടെ ഫാർമസിസ്റ്റും സ്റ്റോർ ഇൻചാർജായിട്ടൊക്കെ വർക്ക് ചെയ്തു. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഏകദേശം 2 വർഷം ആയപ്പോൾ തന്നെ ഞാൻ പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നീക്കി. ഞാൻ വിചാരിച്ചത് എനിക്ക് ദുബായിലേക്ക് പോകണം, DH എക്സാം പാസ്സാകണം എന്നാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഡിസംബറൊക്കെ ആയപ്പം 22 ഡിസംബറിൽ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ച് ദുബായിലേക്കുള്ള എക്സാമിന് വേണ്ടി പഠിക്കാൻ തുടങ്ങി. പക്ഷേ 2023 ഏകദേശം ജനുവരി ആയിക്കഴിഞ്ഞപ്പോഴേക്കും ക്യാപ്സ് എന്ന് പറയുന്നൊരു എക്സാമിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. എനിക്ക് നേരത്തെ അറിയായിരുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം എനിക്ക് ആ എക്സാം എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. പിന്നെ 5 മാസം കഷ്ടപ്പെട്ട് പഠിച്ച ശേഷമാണ് എല്ലാവരും അത് എഴുതുന്നത്. 4 പേപ്പറുകളുണ്ട്. ആ 4 പാസ്സായാൽ മാത്രമേ ആ എക്സാം പാസ്സാകത്തുള്ളൂ. ഏകദേശം 1.5 ലക്ഷത്തോളം ചിലവാണ് അതിന്. എങ്കിൽ കൂടി ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പോയി എക്സാം എഴുതി. എക്സാം എഴുതുന്ന സമയത്ത് കൂടിയും എനിക്ക് ശരിക്കും ലീവ് എടുത്ത് പഠിക്കാനൊന്നും ആ സമയത്ത് പറ്റിയില്ല. ഞാൻ ജോലി ചെയ്താണ് പഠിച്ചത്. അവസാനത്തെ ഒരു മാസം ഞാൻ കുറേ പ്രാർത്ഥിച്ച ശേഷം എനിക്ക് എൻ്റെ മാനേജർ ലീവ് തന്നു. ആ ലീവ് കിട്ടിയ ശേഷം 1 മാസത്തോളം ഏകദേശം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, എന്നെ ഫ്രീ ആയിട്ട് ഒരു അക്കാദമി എന്നെ വിളിക്കുകയും അവിടെ വന്ന് റിവിഷൻ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. ഞാൻ അവിടെ പോയി റിവിഷൻ ചെയ്തു, നല്ലപോലെ പ്രാർത്ഥിച്ചു. ഞാൻ പോയി ആ 1.5 ലക്ഷം രൂപയുടെ എക്സാമാണ് ഞാൻ അത് പോയി എഴുതി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല എനിക്ക് ആ എക്സാം കിട്ടുമെന്ന്. കാരണം ആത്തോണം വന്നതിൽ 3 പ്രാവശ്യത്തെ എക്സാം വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും പാടുള്ള എക്സാം ആയിരുന്നു. പക്ഷേ എനിക്ക് ആ എക്സാം ദൈവാനുഗ്രഹത്താൽ എനിക്ക് കിട്ടി. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. എനിക്ക് അടുത്ത ഒരു കടമ്പയെന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. വിദേശത്തേക്കുള്ള ഓസ്ട്രേലിയയിലേക്കാണ്. അപ്പം ആ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യം പ്രാർത്ഥിച്ചു, എന്നിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ആദ്യത്തെ ഇൻ്റർവ്യൂ പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഞാനപ്പോൾ ഒത്തിരി സങ്കടപ്പെട്ടു. പക്ഷേ എനിക്ക് 2ാമത്തെ ഇൻ്റർവ്യൂ വന്നപ്പോഴേക്കും ദൈവാനുഗ്രഹത്താൽ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ എനിക്ക് കിട്ടുകയുണ്ടായി. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി. പിന്നീട് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ വിസയ്ക്ക് ഏകദേശം 2023 ഡിസംബർ 4-ാം തീയതിയാണ് വെച്ചത്. സാധാരണഗതിയിൽ ഇങ്ങനെ എക്സാം പാസ്സായ ആൾക്ക് ഏകദേശം 1 മാസത്തിനകം വിസ കിട്ടേണ്ടതാണ്. പക്ഷേ ഫിനാൻഷ്യൽ ക്രൈസിസ് അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ കാരണം ആ രാജ്യത്തേക്ക് ഇപ്പം ആളെ മൈഗ്രേറ്റ് ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ 90 ദിവസത്തേക്ക് വിസയുടെ ടൈം ലൈൻ നീട്ടി. 90 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് കോളൊന്നും വന്നില്ല. ലാസ്റ്റ് ഞാൻ അയക്കാവുന്ന ഇമെയിലുകളെല്ലാം അയച്ചു. ഇന്നലെ ആയിരുന്നു എൻ്റെ ലാസ്റ്റ് ഇമെയിൽ. എനിക്ക് അയക്കാൻ പറ്റുന്ന ആകെയുള്ളൊരു ഇമെയിൽ ഇന്നലെയായിരുന്നു. ഞാനത് ഇമെയിൽ അയച്ചു. ഇമെയിൽ അയക്കുന്ന സമയത്ത് എൻ്റെ സ്പോൺസർ എനിക്ക് ലെറ്റർ അയച്ചു. നിനക്ക് എന്നിവിടെ വന്ന് ജോലിക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ ഡേറ്റ അയക്കണം. സോ ഇന്നലെ തന്നെ ഞാൻ ചെന്ന് ഈ മാസം 22-ാം തീയതി തന്നെ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റും എന്ന് ഞാൻ എഴുതി. ഞാൻ ഇതെല്ലാം ചെയ്തയച്ച ശേഷം ഇന്നലെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ കുറേ പേര് സാക്ഷ്യം പറയുന്നത് കേട്ടു. ഒത്തിരി പേർക്ക് വിസകൾ കിട്ടിയതായി. അവർ പറയുന്നതല്ല, എനിക്ക് സ്ട്രൈക്കായ ഒരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും പത്രം, ഇവിടുന്ന് ഉടമ്പടി ചെയ്ത് കിട്ടിയ പത്രം എല്ലാവരും വിതരണം ചെയ്തു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ എൻ്റെ 2ാമത്തെ ഉടമ്പടിക്ക് ശേഷം എടുത്ത പത്രം ഞാൻ ഒരു കെട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ അപ്പം തന്നെ ഇവിടെ ഞാൻ എൻ്റെ അനിയനുമായിട്ടാണ് വന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയി. ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് ചെന്ന് ഞാൻ സ്ഥിരം പോകാറുള്ള പാറപ്പള്ളിയിൽ പോയി. ഞാൻ അവിടെ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാവർക്കും അത് കൊടുത്തു. ഞാൻ ഇന്ന് രാവിലെ ഞാൻ 4 മണിക്ക് എണീറ്റ് പ്രാർത്ഥിച്ചു. അത്ഭുതം. ഈ ഒരു 4:30 എന്ന് പറയുന്നൊരു സമയമായപ്പോഴേക്കും എനിക്ക് 4 മാസമായിട്ട് കിട്ടാഞ്ഞ എൻ്റെ ഓസ്ട്രേലിയൻ വിസ എനിക്ക് ഇന്ന് കിട്ടുകയുണ്ടായി. അതുകൂടാതെ എൻ്റെ സ്പോൺസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എത്രയും പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന്. ഒത്തിരി നന്ദി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞത് 22-ാം തീയതിക്ക് മുന്നേ വരണമെന്നാണ്. പക്ഷേ ഇന്ന് തന്നെ എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരനുമായിട്ട് ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ MOHൻ്റെ എക്സാം ഒത്തിരി തവണ എഴുതി. അവൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു തേർഡ് എക്സാം.
പക്ഷേ അവൻ ആ എക്സാം ഒരു പ്രതീക്ഷയില്ല, കിട്ടില്ല എന്ന് പറഞ്ഞു പോയി. ഞാൻ ഇവിടുന്ന് കിട്ടിയ പത്രം എക്സാമിന് പോകുന്നതിന് മുന്നേ അവൻ്റെ ബാഗിൽ വെച്ച് കൊടുത്തു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവനുമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അവൻ 3ാമത്തെ എക്സാമിന് പോയി, അവന് കിട്ടുകയുണ്ടായി. അവനുമിപ്പം വിദേശത്താണ്. എനിക്കും അടുത്ത് തന്നെ വരുന്ന ആഴ്ചകളിൽ പോകാൻ പറ്റുമെന്ന് അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്. എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഓരോരും നന്ദി. ആത്മീയമായിട്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളല്ല, പക്ഷേ എൻ്റെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ രാവിലെയും വൈകിട്ടും സ്ഥിരമായി ഇവിടുത്തെ പ്രാർത്ഥനകൾ ചൊല്ലുകയും പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കുകയും കുർബാന കൊള്ളുകയും 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കുകയൊക്കെ ചെയ്ത് ഞാൻ ഒത്തിരി ആത്മീയമായി ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാം ഞാൻ ഉടമ്പടി എടുത്ത ശേഷമാണ് ഞാൻ ഇത്ര ആത്മീയതയിലേക്ക് വന്നത്. അതിനു മുമ്പ് ഞാൻ ഞായറാഴ്ചകളിൽ മാത്രമാണ് പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്, ഇടവസങ്ങളിൽ വല്ലപ്പോഴുമാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നെ ആത്മീയമായി വളർത്തിയ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. പരിശുദ്ധ